ശ്രീമന്നാരായണീയം ദശകം 19 ശ്ലോകം 3-4. തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാദൃതഃ പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാമുപാദിശദ്ഭക്തതമസ്തവസ്തവം സ്തവം ജപന്തസ്തമമീജലാന്തരേ ഭവന്തമാസേ വിശതായുധം സമാഹ ഭവത്സുഖാസ്വാദന സാധമീഷ്വിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രതാ. തദാ ഭവത്തീർത്ഥം ഇദം ഭവത്തീർത്ഥമിദം സമാഗതഃ ഭവഃ ഭവത്സേവകദർശനാദൃതഃ ഭവോ ഭവത്സേവകദർശനാദൃതഃ പ്രകാശം ആസാദ്യ പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാം ഉപാദിശത് ഭക്തതമഃ തവ സ്തവം പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാമുപാദിശദ്ഭക്തതമസ്തവ സ്തവം സ്തവം ജപന്തഃ തം അമി ജപന്തസ്തമമി സ്തവം ജപന്തസ്തമമി ജലാന്തരേ ഭവന്തം ആസേവിഷതാം അയുതം ഭവന്തമാസേവിഷതാമയുതം സമാഹ ഭവത്സുഖാസ്വാദരസാദ അമീഷു ഇയാൻ ഭവത്സുഖാസ്വാദരസാദമീഷ്വിയാൻ ബഭൂവ കാലഃ ധ്രുവവത് ന ശീഘ്രതാ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രതാ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തിലെ பார்த்தோம், இந்த പ്രാചീന ബർഹിസോട് 10 പുത്രന്മാർ சிருஷ்டி பண்ணறதுக்கு முன்னாடி ഭഗവാനെ പ്രാർത്ഥന പണ്ണർത്തുക്കാ വേണ്ടി മേർക്ക പാത്ത് കിളമ്പി പോന അങ്ങ കടലോരത്തിൽ ഒരു സരസ് പാത്ത அந்த സരസോട് മുന്നാടി ഉക്കാந்து ഭഗവാനെ പ്രാർത്ഥന പണ്ണെന്ന് നിனைக்கிறா. തദാ ഭവത് സേവക ദർശനാദൃത ഭക്തതമഃ ഭവഃ ഇദം ഭവത്തീർത്ഥം സമാഗതഃ. ഭഗവാൻ ശങ്കരൻ പരമേശ്വരൻ എപ്പിടിന്നാ എപ്പോഴും വിഷ്ണു ഭക്തന്മാരാളെ പാത്താ അവർക്ക് ரொம்ப സന്തോഷമാ. അപ്പോൾ വിഷ്ണു ഭക്താളങ്ക பார்த்ததும் வாங்க வந்திருக்கா தெரிஞ்சதும் ഭഗവാൻ ശങ്കരൻ அங்கே வரார், அந்த தீர்த்தத்துக்கு வரார். പ്രചേതസാം പുരഃ പ്രകാശം ആസാദ്യ. എന്താ പ്രചേതസ്സുകൾ 10 പേരും ഉക്കാந்து അവൾക്ക് മുന്നാടി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട്, ശങ്കരൻ പ്രത്യക്ഷപ്പെട്ട് തവാ സ്തവം ഉപദിശത്. ശങ്കരൻ வந்து ഭഗവാൻ വിഷ്ണുவோடு സ്തോത്രത്തെ ഇവാൾക്ക് ഉപദേശം பண்ணி கொடுக்கிறார். ശങ്കരനെ வந்து ഉപദേശം பண்ணற. ഇപ്പോൾ வைஷ்ணவ அதே மாதிரி சைவம் இந்த மாதிரி உள்ள ஒரு கான்ஃப்ளிக்ட் ஒன்றும் கிடையாதுங்கிறது இங்கே காட்டுறது பாகவதமும் நாராயணியவும். இந்த உபதேசிச்சு கொடுத்த மந்திரத்தை രുദ്രഗീതം ചൊല്ലറാം. രുദ്രഗീതം ചൊല്ലാനാ നമ്മൾ നിனைப்போம் രുദ്രനെ കീർത്തിക്കപ്പെട്ടതാക്കുമെന്ന്. அப்படியല്ല, ഭഗവാൻ വിഷ്ണുവ കീർത്തിക്കപ്പെട്ട அந்த മന്ത്രത്തെ രുദ്രൻ ഉപദേശം പണ്ണറ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 24-ാം അധ്യായം 33-ാമത്തെ ശ്ലോകത്തിലേന്ത് ആരംഭിക്കുന്നത് இந்த രുദ്രഗീതം.
33 68 വരയ്ക്കുമുള്ള ശ്ലോകങ്ങൾ. ജിതം ത ആത്മവിദ്ധ ദുര്യ സ്വസ്തയേ സ്വസ്തുരസ്തി മേ ഭവതാരാധസാരാധം സർവസ്മാ ആത്മനേ നമഃ அப்படின்னு சொல்லி ആരംഭിക്കപ്പെട്ട രുദ്രഗീതം. അത് ரொம்ப വിശേഷமான ഒരു ശ്ലോകമാക്കും அப்படின்னு ചൊല്ലുക. എന്നെ നമ്മൾ ഭഗവാന്റെ പ്രാർത്ഥിക്കണമാനാലും ഇന്ത് ഒരു ശ്ലോകത്തെ ചൊല്ലി പ്രാർത്ഥന പണിന തീർച്ചയായിട്ടും അതൊക്കൊരു മുടിവ് കടയ്ക്കും அப்படின்னு ചൊല്ലുക. ഇപ്പോൾ ഇന്ത് ഇവ പ്രചേതസ്സുകൾ സമുദ്രക്കരയിൽ പോയി ഇത് പണിനാങ്കത് ഗുരുവായൂർ മഹാത്മ്യങ്കര പുസ്തകത്തിൽ ചൊല്ലിരിക്ക. இந்த பிரஜேதஸ்സുகள் ഗുരുവായൂർ ங்கிற புண்ணியக்ஷேத்திரத்துக்காக வந்தால் அங்கே கடல் தீரத்திலேயாக்கம் குருவாயூர் இருக்குது. அங்கே அந்த கோவிலோடு ஜஸ்ட் பக்கத்தில் வடக்கு பக்கத்தில் இருக்கப்பட்ட அந்த தீர்த்த சரஸ் இருக்குது. அங்கே ஆக்கும் இந்த பகவான் ருத்ரன் வந்து மம்மியூரப்பன் வந்து இந்த ஸ்லோகம் சொல்லி கொடுத்தா அப்படின்னு ഗുരുവായൂർ മഹാത്മ്യത്തിൽ இருக்குது. ஆனால் ഭാഗവതത്തിൽ அதை പറ്റിയൊന്നും ചൊല്ലരുതില്ലേ. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ രുദ്രഗീതം ജപിച്ചത് ഒരു 10,000 വർഷം ഇവ ഭഗവാനെ പ്രാർത്ഥന പണിനാളാം. അമീതം സ്തവം ജപന്തഹ എന്താ പ്രചേതസ്സുകൾ அந்த രുദ്രഗീത സ്തോത്രത്തെ ജപിച്ചത് ജലാന്തരെ ജലത്തുക്കുള്ള നിന്നെന്താക്കുമ്പം ജപിച്ച അയുധം സമാഹ 10,000 വർഷങ്ങൾ ഭവന്തം ആസേവിഷത ഭഗവാന് തപസ് പണിന ഭവത് സുഖാസ്വാദ രസാത് അമീഷു ഇയാൻ കാലഹ. അപ്പോൾ ഇത്ര ഭഗവാനെ സ്തുതി പണിടത്തേക്ക് ഇത്രയും 10,000 വർഷം തപസ് പണിനാത്ത നനച്ച കാര്യം കടയ്ക്കുമാ ചൊന്നാൻ അപ്പടിയല്ല. ധ്രുവനക്ക് 6 മാസത്തിൽ ഭഗവാൻ ഇത് കൊടുത്തുവിട്ടാർ, പ്രത്യക്ഷമായിട്ടാർ. നമ്മൾ പാത്തോമില്ല 6 മാസം തപസ് പണിനതും ധ്രുവനക്ക് വന്ന് ഭഗവാൻ കാക്ഷി കൊടുത്ത് ആശീർവാദം പണിനാർ. ഇവ വന്ന് அந்த பகவானை சேவை பண்ணுறது, அந்த தபசு பண்ணுறது அவளுக்கு ஒரு சந்தோஷமாக இருந்ததா. ஆனந்தஸ்வரூப பவத் சுகாஸ்வாத ரசாதம் ஆனந்தஸ்வரூபனான அந்த பகவான் മനസ്സിൽ അപ്പടി നിറഞ്ഞു നിൽക്കാർ. അത് ആസ്വാദനത്തോടെ അവ ഭജനം പണിനാളാം. അപ്പോൾ അങ്ങ് സുഖം മാത്രം തന്നെ ഇരിക്കും, ദുഃഖമേ ഇല്ലേ. ഇതൊക്കെ മേലെ ഇനി വേറൊരു സുഖം എന്നെ വേണമെങ്കിற മാതിരി അവ ഇരിക്കെ അത്രയും വർഷം സന്തോഷമാങ്ങ് തപസ് പണിന. അമീഷു ഇയാൻ കാലഹ ഇത്രയും വർഷം പോച്ചുങ്கிறது കൂടി അവൾക്ക് തെരിയലിയ. ധ്രുവവത് ശീഘ്രതാമ ധ്രുവനെ പോലെ ശീഘ്രമൊന്നും ഇവാൾക്ക് കടക്കലേ அந்த ഭഗവാനോട് അനുഗ്രഹം എന്നത്തിനാലെന്ന് അവളും ശീഘ്രം വേണമെങ്കിൽ ഒരു ആശയോടെ പണ്ണലേ, അന്തൊരു തീവ്രതയിലെ പണ്ണലേം അവ അത് ആനന്ദമ അനുഭവി പണിന്താക്കും. അത് എന്ത് തപസ് പണിന. ഇനി இந்த പ്രചേതസ്സുകൾ തപസ് പണിനാൽ അവ അപ്പാവാന പ്രാചീന ബർഹിസുക്ക് കൂടി ഭഗവാനോട് அந்த സ്വരൂപം പാക്കർത്തുക്കാന് ഒരു ഭാഗ്യം കിടച്ചതുங்கிறது അടുത്ത ശ്ലോകത്തിൽ പാക്കണം. ഹരേ കൃഷ്ണ.